ഏലമല പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ഗൂഢതന്ത്രങ്ങളിൽ സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് ഇടുക്കിയിലെ കർഷകർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ഇടുക്കി രൂപത പാസ്റ്ററൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. വാഴത്തോപ്പ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ചേർന്ന 7ാമത് യോഗത്തിന്റെ പ്രഥമ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. ഏലമല പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ഗൂഢതന്ത്രങ്ങളിൽ സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് ഇടുക്കിയിലെ കർഷകർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ഇടുക്കി രൂപത പാസ്റ്ററൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. വാഴത്തോപ്പ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ചേർന്ന 7ാമത് യോഗത്തിന്റെ പ്രഥമ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. 2024 ഒക്ടോബർ 24 സുപ്രീംകോടതിയുടെ ഇടക്കാല വിധിയനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ഏലമല പ്രദേശങ്ങളിൽ പുതിയ പട്ടയങ്ങൾ നൽകുന്നത് നിരോധിച്ചിട്ടുള്ളതും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇത് നടപ്പിലായാൽ നാളുകളിൽ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാകും. ഇത് ജനങ്ങളിൽ വലിയ ആശങ്ക വർദ്ധിപ്പിച്ചു. നിലവിലുള്ള എല്ലാ ആധികാരിക രേഖകളും അനുസരിച്ച് ഏലമല പ്രദേശങ്ങൾ റവന്യൂ ഭൂമിയാണ്. എന്നാൽ ഇത് വനഭൂമിയാണെന്ന് സ്ഥാപിക്കാനുള്ള നിക്ഷിപ്ത താൽപര്യക്കാരുടെ നീക്കം അപലപനീയമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരുകൾ സാധ്യമായതൊക്കെയും ചെയ്ത് കർഷകർക്ക് നീതി നടപ്പിലാക്കുകയും ആശങ്കകൾ ദൂരീകരിക്കുകയും ചെയ്യണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അവതരിപ്പിച്ച പ്രമേയം യോഗം ഏകകണ്ഠേന പാസാക്കി. പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ സന്ദേശവാഹകരാണെന്ന ഉദ്ഘാടന സന്ദേശത്തിൽ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ക്രിസ്തു ജയന്തിയുടെ ജൂബിലി ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യാശയോടെ തീർത്ഥാടകരായ വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് തങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മളൊരു ബാല്യ കൗമാര കാലഘട്ടത്തിൽ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം വഴിയെ വളരെ രൂപത്തിലുള്ള അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടായത്. ഇന്ന് നേതൃത്വത്തെക്കാൾ കൂടുതൽ വളർന്ന അന്മായ സമർപ്പിത സമൂഹങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ചേരുമ്പോഴേ നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വാസപരമായ നിസ്സംഗതയെ അഭിസംബോധന ചെയ്യേണ്ട കാലമാണിത്. രൂപതയുടെ രജത ജൂബിലിയോടടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നിശ്ചയദാർഢ്യത്തോടും അർപ്പണബോധത്തോടും കൂടി വിശ്വാസകാര്യങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും എല്ലാവരും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രൂപത ചാൻസലർ ഫാദർ ഡോക്ടർ മാർട്ടിൻ പൊൻപതാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൗരസ്ത്യ വിദ്യാപീഠം പ്രൊഫസർ ഡോക്ടർ ജോർജ് തെക്കേക്കര ക്ലാസ് നയിച്ചു. തുടർന്ന് വിശ്വാസപരവും സാമൂഹികവുമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി. രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറിയാറ്റ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരായ സിസ്റ്റർ ടെസ്ലിൻ, സിസ്റ്റർ റോസിൻ, സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ, സിസ്റ്റർ ആനി പോൾ, ഡോക്ടർ അനിൽ പ്രദീപ്, ആൻസി തോമസ്, ജെറിൻ ജെ പട്ടാങ്കുളം, മരീറ്റ തോമസ് എന്നിവർ സംസാരിച്ചെന്ന് രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.